ഈ വരുന്ന ജൂലൈയിൽ PS നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലും ഈ ജൂലൈയിൽ പരീക്ഷകൾ നടക്കാൻ പോവുകയാണ്. അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇനി വരുന്ന 2 മാസ കാലയളവിൽ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്താണ്, ടിപ്സ് എന്താണ്, ഇതും കൂടി ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ പരീക്ഷകളാണ് ജൂലൈയിൽ നടക്കാൻ പോകുന്നത് നോക്കാം. ആദ്യം തന്നെ ഡിഗ്രി യോഗ്യതയിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. ഇത് ജൂലൈ 11 ഫ്രൈഡേയിലാണ്, വെള്ളിയാഴ്ചയാണ് ഈ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഡിഗ്രി സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ മുമ്പിലേക്ക് വരിക. അപ്പോൾ ഒരു കാര്യം പറയാണ്, നമ്മുടെ എൻട്രിയിലെ കോഴ്സുകൾ ഇപ്പോൾ 6 മാസത്തേക്ക് എൻട്രിയിലെ എല്ലാ കോഴ്സും ഡിഗ്രി ലെവൽ, 10th ലെവൽ, +2 ലെവൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വെറും 990 രൂപയുള്ളൂ 6 മാസത്തേക്ക്. ഒരു വർഷത്തെ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓരോ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും സ്പെഷ്യലായിട്ട് കോഴ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പല വിദ്യാർത്ഥികൾക്ക് എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ കുറഞ്ഞ പേയ്മെന്റിൽ ഇത്രയും നല്ല കോഴ്സുകൾ ജോയിൻ ചെയ്യുക, ഡയറക്റ്റ് ജോയിൻ ചെയ്യുക എന്നുള്ള പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മളൊരു ലിങ്ക് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ കമന്റിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായമില്ല, നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാനും അതുപോലെ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് മാക്സിമം ഒന്ന് പ്രയോജനപ്പെടുത്തുക. ഈ ഒരു പുതിയ സംവിധാനം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എൻട്രിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, ഈ ചെറിയ പേയ്മെന്റിലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നെ കോഴ്സ് ആക്ടിവേറ്റ് ആവും. ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PDF നോട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പ്രധാനമായിട്ടും +2 നിലവാരത്തിലുള്ള ഫയർമാൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ഒക്കെ പോസ്റ്റുകളാണ്. സോ ഇതിന്റെ പരീക്ഷ വിമൺ ഉണ്ട്, അതുപോലെ തന്നെ ഫയർമാൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും പരീക്ഷ നടക്കാൻ പോകുന്നത് 12-ാം തീയതിയാണ്. ജൂലൈ 12 അന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷ, വിമൻ ഫയർ ഓഫീസറും പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം +2 യോഗ്യതയിലുള്ള പോസ്റ്റുകളായിരുന്നു. ഇനി അടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ആണ്. അത് 10th ലെവലിലാണ്. സോ ഇത് 15-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 15-ാം തീയതി നമുക്കറിയാം ട്യൂസ്ഡേ ആണ് വരുന്നത്. അടുത്തത് പ്രധാനമായിട്ടും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ്. ഇതും 10ാം ക്ലാസ് യോഗ്യതയിലുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ്. അപ്ലൈ ചെയ്തവർക്കൊക്കെ അവർക്ക് കൺഫർമേഷന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. 17-ാം തീയതിയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, 17/7/2025 അടുത്തത് 19-ാം തീയതി, ജൂലൈ 19-ാം തീയതിയാണ് വിമൻ പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ, വിമൻ പോലീസ് ബറ്റാലിയൻ ആണ് കേട്ടോ. ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. 19-ാം തീയതിയാണ്, ജൂലൈ 19-നാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പുറത്ത് കാറ്റഗറി നമ്പർ കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല, സമയം കളയുന്നില്ല. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, 10ാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ പോസ്റ്റ്, ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ജൂലൈ 22-ാം തീയതിയാണ്. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ, ആർമഡ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ IRB പോലീസ് കോൺസ്റ്റബിൾ. IRB കോൺസ്റ്റബിൾ 10ാം ക്ലാസ് യോഗ്യതയിലാണ്. അപ്പോൾ ഇത് സാധാരണ പോലീസ് കോൺസ്റ്റബിൾ +2 ആണ്, IRB 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഈ പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 26-ാം തീയതിയാണ്. ഇതാണ് മേജറായിട്ട് 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലും ഈ ജൂലൈ നടക്കാൻ പോകുന്ന പരീക്ഷകൾ. ഇനി ഇതിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥി ചിലപ്പോൾ ഇപ്പോഴും പഠിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, ചില റിവിഷൻ ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഈ ലാസ്റ്റ് വരാൻ പോകുന്ന 2 മാസം നിങ്ങൾ സ്വീകരിക്കേണ്ട എക്സാം ടിപ്സ് എന്താണ്, എക്സാം സ്ട്രാറ്റജി എന്താണ്, അതും കൂടി നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡിവൈഡ് ദ ഫുൾ സിലബസ് ഇൻടു 8 വീക്സ്. നമുക്കിപ്പോൾ ഇനി 8 വീക്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. 2 മാസം എന്ന് പറഞ്ഞാൽ 2 മാസം കുറച്ച് ദിവസമാണ് നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെ 8 ആഴ്ചകൾ നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമുക്കതിനെ 2 മാസമായിട്ട് നമുക്ക് ചുരുക്കുമ്പോൾ 8 ആഴ്ച അല്ലെങ്കിൽ 9 ആഴ്ച നമുക്ക് ഇരിക്കട്ടെ. അപ്പോൾ 9 ആഴ്ചയായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇതിലേക്ക് 9 ആഴ്ചയിലേക്ക് നമ്മുടെ സിലബസിനെ നമ്മൾ ചങ്ക്സ് ആക്കുക, അതായത് വെട്ടിമുറിച്ച് ചെറിയ ചെറിയ സാധനങ്ങളാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആദ്യം അത് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ നേടണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടാവണം, എന്നാലേ ഇതിനുവേണ്ടി ഇരിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 9 ആഴ്ചയായിട്ട് നമ്മുടെ സിലബസിനെ നമ്മൾ മുറിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹൈ വെയിറ്റേജ് ഏരിയാസിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് നമുക്കറിയാം പോലീസ് കോൺസ്റ്റബിൾ പോലുള്ള പരീക്ഷകൾ, അതുപോലെ ഫയർമാൻ പോലുള്ള പരീക്ഷകൾക്കെല്ലാം നമുക്കറിയാം എക്സ്ട്രാ വെയിറ്റേജ് മാർക്ക്. ഇപ്പോൾ ഡ്രൈവർ പരീക്ഷയ്ക്കാണെങ്കിൽ ഡ്രൈവറിന് 50 മാർക്ക് എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്, ഏത് ഏരിയക്കാണോ മാർക്ക് കൂടുതലുള്ള ആ വെയിറ്റേജ് നോക്കിയിട്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക് ഉണ്ടെങ്കിൽ ആ 20 മാർക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതുപോലെ നമുക്കറിയാം മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക, അവിടെ നിങ്ങൾ ഊന്നൽ കൊടുക്കുക. ഇപ്പോൾ എല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു സെലക്ടഡ് ആയിട്ടില്ലേ മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള ഏരിയാസിന് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ അത് ആദ്യം സെലക്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് എന്ത് വേണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം. എങ്ങനത്തെ സ്റ്റഡി പ്ലാനാണ്, ഡെയിലി പ്ലാൻ വേണം.
ഇപ്പൊ ഇന്ന് എന്ത് പഠിക്കണം, നാളെ എന്ത് പഠിക്കണം, നമ്മൾ കൃത്യമായ ഒരു പ്ലാൻ വെക്കുക. നമ്മൾ ഇതിനൊക്കെ മുമ്പൊക്കെ എങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാന്നൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഡെയിലി ഇപ്പം ഫോർ എക്സാമ്പിൾ 3 മണിക്കൂർ പഠിക്കുക. നിങ്ങൾക്ക് 3 മണിക്കൂറേ പഠിക്കാനുള്ളൂ. നിങ്ങൾ വർക്കിംഗ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ വീട്ടമ്മയാണ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3 മണിക്കൂർ പഠിക്കാനായിട്ട് വെക്കുക. അപ്പൊ ഈ 3 മണിക്കൂർ നമ്മൾ വേറെ പണിക്കൊന്നും പോരുത്. ആ 3 മണിക്കൂറും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ 3 മണിക്കൂറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 1 മണിക്കൂർ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ടോപ്പിക്, 1 മണിക്കൂർ നിങ്ങൾ മാത്സ്, 1 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കി GK ഉപയോഗിക്കുക. ഇങ്ങനെ ഡെയിലി ഡിവൈഡ് ചെയ്ത് പോവുക. ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കാൻ, അടുത്ത ദിവസം മലയാളത്തിലേക്ക് പോകാൻ, മാത്സിലേക്ക് പോകാം. ഇങ്ങനെ നിങ്ങൾ ഒരു 3 അവർ പഠിക്കാനെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കുന്ന രീതിയിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അത് ഒരാഴ്ചത്തേക്കുള്ള എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഓരോ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റിവിഷൻ വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ റിവിഷൻ ചെയ്യാനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റുകൾ. നിങ്ങൾ എത്ര പഠിച്ചു, നിങ്ങൾ പരീക്ഷകൾ എഴുതുന്നേ ഇല്ല, നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നേ ഇല്ല, എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു പെർഫോമൻസും കാണിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ കുറെ നോളജ് ഉള്ളത് കൊണ്ടല്ല, നോളജ് നിങ്ങളുടെ കയ്യിലുള്ള നോളജ് ചെക്ക് ചെയ്യാൻ മാത്രമല്ല PSC പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ആ ടൈമിൽ ആ സമയത്ത് നമുക്ക് പല ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ട രീതി അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊന്നും പഠിക്കാതെ കുറെ നോളജ് മാത്രം തലയിൽ കയറ്റി വെച്ചിട്ട് അപ്പോൾ പോയി എഴുതാവുന്ന തരത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പയറ്റി നോക്കണം. അല്ലേ, നമ്മൾ അടവുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നതിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരുത്തന്നെ അടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അടവുകൾ കുറെ കയ്യിലുണ്ട്, പക്ഷെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നമ്മൾ ഇടിച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ പഠിച്ച അടവുകളെ പയറ്റി നോക്കിയാൽ, പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് വേണ്ട സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് നിങ്ങൾ പഠിച്ച നോളജ്, നിങ്ങളുടെ തലയിലിരിക്കുന്ന തലച്ചോറിലിരിക്കുന്ന നോളജിനെ നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് വേണ്ട സമയത്ത് ഉപകാരപ്പെടുകയുള്ളൂ. അപ്പൊ ആ തരത്തിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ലാസ്റ്റ് ഈ നമ്മുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷകളുണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ഫാക്ടുകൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം, മെഡിറ്റേറ്റ് ഓർ വാക്ക് ഡെയിലി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഡെയിലി നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മെഡിറ്റേഷൻ നടത്തുക. അത് ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ടാവാം, അല്ലാതെ യോഗയിലൂടെ ആവാം. ഇനി അതല്ല, ഇതൊന്നും ഇല്ലാതെ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് എടുത്തുകൊണ്ടാവാം. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു നടത്തത്തിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മുടെ തലയിൽ നിന്നെല്ലാം വിട്ടിട്ട് ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ലാസ്റ്റ് ടൈമിലെ ടെൻഷനൊക്കെ കുറച്ച് നിങ്ങൾക്ക് 2 മാസത്തെ വേണ്ട രീതിയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. പല വിദ്യാർത്ഥികളും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പരീക്ഷാ ഡേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ടെൻഷനാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യും, 2 മാസം വരെ ഉള്ളൂ, അയ്യോ ഇങ്ങനെ ടെൻഷനാണ്. ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവുകൾ ഇല്ലാണ്ടായി പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോവുകയാണ്, നിങ്ങളെ വെറുതെ പേടി പിടികൂടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങളെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കണം. നമുക്ക് എല്ലാം പഠിച്ചു തീർക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഈ 2 മാസ കാലയളവുണ്ട്, അപ്പൊ സിലബസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ പ്രയോറിറ്റി ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഇവിടെ ഈ രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 2 മാസ കാലയളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പല പോസ്റ്റുകളിലും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടില്ല. റാങ്കിൽ ആദ്യത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഏറുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ ആദ്യ റാങ്കിനകത്ത് വരണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തുക. എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ തന്നെ വിശ്വസിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുകയാണ്, എൻട്രി ആപ്പിലെ കോഴ്സുകളിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻ കമന്റിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം വേണ്ട, നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, എൻട്രി ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.